ഇപ്പം ലൈവിൽ സരികയും റെന ഫാത്തിമയും തമ്മിൽ മുട്ടനടിയായിരുന്നു. കാരണം എല്ലാവരും കൂടെ അക്ബറും അപ്പാനി ശരത്ത് അനീഷ് എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അക്ബർ പിന്നെ സരികയോട് ചോദിച്ചു, വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആരാണ് സരിക ചേച്ചി, ദിലീപേട്ടനാണോ എന്ന് ചോദിച്ചു. അപ്പം സരിക പറഞ്ഞു, ദിലീപേട്ടന് ഒരു ചായ പോലും ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റെന ഫാത്തിമ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ദിലീപേട്ടൻ എന്താ പൊട്ടനാണോ എന്ന് ചോദിച്ചു, ചായ പോലും ഇടാൻ അറിയാൻ പറ്റാതെ. അത് സരികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം സരിക ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അക്ബറും ശരത്തിനും മനസ്സിലായി സരിക ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഉടനെ ഇവർ പറഞ്ഞു, എന്തിനാ ഈ ആവശ്യമില്ലാത്ത പറയുന്നത് റെന? ഉടനെ റെന പറഞ്ഞു, ഞാനതൊരു തമാശ പറഞ്ഞേ, അല്ലാതെ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. ചായ പോലും ഇടാൻ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരും ഇങ്ങനെ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് എണീറ്റ് പോയി. ഇവരെപ്പോഴും എല്ലാവരെയും തമ്മിലടിപ്പിക്കുന്നതാണ്, ഇപ്പോൾ കിട്ടി തിരിച്ച്. അങ്ങനെ എണീറ്റ് പോയിട്ട് മേക്കപ്പ് റൂമിൻ്റെ അവിടെ പോയി നിന്നപ്പം റെന പുറകെ ചെന്നിട്ട്, ചേച്ചി അത് അപ്പം അപ്പാനി ശരത്തും പുറകെ ചെന്നു. അപ്പോൾ അപ്പാനി ശരത്ത് റെനയോട് പറഞ്ഞു, എന്തിനും ആവശ്യമില്ലാത്ത പറഞ്ഞു, വീട്ടിലുള്ളവരെ പറയരുത്. അപ്പോൾ റെന പറഞ്ഞു, ഞാനങ്ങനെ ദിലീപേട്ടനെ കളിയാക്കിയതൊന്നും അല്ല, ഞാനൊരു തമാശക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് സരിക തമാശ പറയുന്നത് നീ എൻ്റെ കെട്ടിയവനെ വെച്ചിട്ടല്ല, നിൻ്റെ വീട്ടിലുള്ളവരെ വെച്ചിട്ട് തമാശ പറയടി, കുറേ നാൾക്ക് ശേഷം കിട്ടിയ, അല്ല നിന്നെപ്പോലെ കൊണ്ട് നടക്കുമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര ചൂട്. അപ്പോൾ റെന പറഞ്ഞു, മുമ്പ് എൻ്റെ ഇതിനെ പറഞ്ഞതോ എൻ്റെ പാർട്ട്ണറിനെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ പറയണം അത് സാഹചര്യം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതും സാഹചര്യം ഉണ്ടായിട്ടാണ് പറഞ്ഞത്. ആദ്യം അപ്പോൾ സരിക ചേച്ചിയല്ലേ എൻ്റെ പാർട്ട്ണറിനെ പറഞ്ഞ, അപ്പം ഞാനും തിരിച്ചു പറഞ്ഞ്. അപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞത്. കാരണം സരികയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ പോയി പറഞ്ഞ് ഇവിടെ പോയി പറഞ്ഞ് ഓരോരോ അടിയോ വെപ്പിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. ഇവരെപ്പോലൊരു ഇത്രയൊരു സ്ത്രീ അടി വെപ്പിക്കാൻ. എന്നിട്ട് റെന തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതിലും വലിയ കാര്യം എടുത്തിട്ടാണ് റെനയുടെ കാമുകനെ പറഞ്ഞത്. അപ്പോൾ സരിക പറഞ്ഞു, ഇവളുള്ളിടത്ത് എനിക്ക് ഇരിക്കുന്നതേ ഇഷ്ടമല്ല, കാരണം ഇവൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. ഞാനതാണ് അവിടെ ഇങ്ങനെ എണീറ്റ് പോകാൻ പോയത്, ഇവൾ വന്ന് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ റെന പറഞ്ഞ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിക ചേച്ചി ക്ഷമിച്ചേക്ക്, ഞാനത് അറിയാതെ പറഞ്ഞേ, ക്ഷമിച്ചേക്ക്. ഇനി മേലിൽ ഇനി നിങ്ങളോട്ട് ഒരു കമ്പനിയില്ല, നിങ്ങളുടെ അടുത്ത് ഇനി ഞാൻ ഒന്നും പറയാൻ ഞാൻ വരത്തില്ല എന്നും പറഞ്ഞ് റെന അങ്ങ് പോകുന്നതാണ് കാണിച്ചത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.